അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആത്മീയ പാരമ്പര്യ ചികിത്സാലയത്തിലേക്ക് ജാതിമത ഭേദമന്യം സർവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രക്തച്ചാമുണ്ടിയെ കുറിച്ചാണ്. രക്തച്ചാമുണ്ടി ദേഹത്ത് കയറിയാൽ ഉണ്ടാവുന്നതും അതുപോലെ രക്തച്ചാമുണ്ടി ചെയ്യുന്നതായ ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളെയും കുറിച്ചാണ്. രക്തച്ചാമുണ്ടി കയറിയാൽ കാണുന്ന ഓരോ ലക്ഷണങ്ങളാണ് നമ്മൾ പറയുന്നത്. ഈ രക്തച്ചാമുണ്ടി എന്ന് പറഞ്ഞാൽ ഉഗ്രമൂർത്തിയാണ്, ഉഗ്രദുർമൂർത്തിയാണ്. അപ്പോൾ ഈ ചാമുണ്ടി അവതാരമായ ഈ മൂർത്തി വളരെ പ്രയാസം ചെയ്യുന്ന ഒരു മൂർത്തിയാണ്. ഈ രക്തച്ചാമുണ്ടി വൃത്തി കുറഞ്ഞ ഒരു മൂർത്തിയാണ്. മൂർത്തികൾ തന്നെ വൃത്തിയുള്ളവരും ഇല്ലാത്തവരും ഉണ്ട്. ദുർഗന്ധങ്ങൾ ശ്വസിച്ചു പോകുന്ന പല സാധനങ്ങൾ കരിച്ച് മണം പിടിച്ചു പോകുന്ന ഒരു സ്വഭാവമുണ്ട് രക്തച്ചാമുണ്ടിക്ക്. ഇത് ഞാൻ ഒരു ഇങ്ങനെ വർക്കിന് വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരു മജ്‌ലിസിൽ കുറേ സ്ഥലങ്ങളിൽ നിന്നുണ്ട്. അതിൽ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ പാതിരക്ക് ഞാൻ മൂത്രമൊഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. ഒക്കെ പുറത്താണ് സൗകര്യങ്ങൾ അവിടെ. അപ്പോൾ അവിടെ ഇറങ്ങിയ സമയത്ത് ഭയങ്കരമായ ഒരു മണം, എന്തൊക്കെ കരിഞ്ഞ മണം, ഉണക്ക ജമീൻ്റെ മണം മാതിരിയൊക്കെ ഇങ്ങനെ തോന്നി. ഞാൻ വിചാരിച്ചു തൊട്ട വീട്ടുകാരെ കാര്യം ഉണ്ടാക്കുക പോകും, അല്ലെങ്കിൽ ഒരു കരിഞ്ഞ മണമൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ തൊട്ട വീടിൻ്റെ അങ്ങനെ റോഡിൻ്റെ ഭാഗത്തൊക്കെ നോക്കി വിളിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ തന്നെ ചിന്തിച്ചിരുന്നപ്പോൾ അതിലേക്ക് ഇപ്പോൾ ആൾക്കാർക്ക് ഇതാ പണി എന്ന് വിചാരിച്ച് ഒരു വട്ടം അങ്ങനെ നിസ്സാരക്കി. പിന്നെ ഇതിങ്ങനെ പല ദിവസങ്ങളും നമ്മുടെ പറമ്പ് കൂടെ ഈ മണം വരുന്നുണ്ട്. അങ്ങനെ സംശയങ്ങൾ വന്നു. കാരണം എന്താ വെച്ചാൽ പാതിരക്ക് ശേഷമാണത് വരുന്നത്. അപ്പോൾ പല ദുർഗന്ധമാതിരി ഇങ്ങനെ കരിഞ്ഞ മണമാതിരും ആകെ ഒരു ജാതി ഉണക്കമീൻ്റെ മണമാതിരും എന്തൊക്കെയോ കരിഞ്ഞ മയിലൊക്കെ ഉള്ള മണങ്ങളൊക്കെ ഇങ്ങനെ ദുർഗന്ധം മാറ്റുള്ള മണങ്ങളൊക്കെ വരിക. അങ്ങനെ കണക്ക് നോക്കി നോക്കുമ്പോൾ അപ്പോൾ ഈ ഇത് റോഡ് സൈഡിലാണ് ഈ റൂമിൻ്റെ സൈഡിൽ കൂടെ ഒരു ഇടവഴിയുണ്ട്, ഒരു വണ്ടിയൊക്കെ പോകുന്ന വഴി. ആ വഴി കൂടെ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് പോയാൽ അവിടെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ മതിലൊക്കെ പൊളിഞ്ഞെടുക്കണം. അപ്പോൾ ആ ഇടവഴി കൂടെ അങ്ങോട്ട് വരുമ്പോൾ ഈ മതിൽ ഇവിടെ പൊളിഞ്ഞെടുക്കണം. അപ്പോൾ മൂപ്പര് അങ്ങനെ ഇടവഴി കൂടെ വന്നിട്ട് മതിൽ പൊളിഞ്ഞെടുത്ത് കൂടെ ഈ പറമ്പക്ക് കടന്നിട്ട് പറമ്പിൻ്റെ വീടിൻ്റെയും കിണറിൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു ഗ്യാപ്പുള്ളൂ. ആ ഗ്യാപ്പ് കൂടെ മൂപ്പര് റോട്ടിൽ കിടക്കണം. അങ്ങനെയാണ് മൂപ്പര് റോട്ട്. മൂപ്പര് ഇത് കൂടെ സ്ഥിരം പോണതാണ്. അത് നമ്മൾ ഒഴിവാക്കി. അപ്പോൾ അങ്ങനെയാണ് ഈ മണത്തിൻ്റെ. അതുപോലെ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ട ആളെ പേര് നമ്മളിവിടെ വെളിപ്പെടുത്തുന്നില്ല. അറവിന് പോയിട്ട് കല്യാണ പരിപാടിക്ക് അറവിന് പോയതാണ്. അങ്ങനെ കല്യാണ പരിപാടിയൊക്കെ പാതിര വരെയൊക്കെ ഉണ്ടാവുമല്ലോ. കല്യാണത്തിൻ്റെ തലേ ദിവസം 60,000 പണികളുണ്ടാവുമല്ലോ. അങ്ങനെ എല്ലാവരും അവിടെ നിന്നു. ഈ വ്യക്തി പണി കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് മൂപ്പര് വീട്ടിൽ പോയി. മൂപ്പര് ബൈക്കുമേ പോകുന്നത് ഒരു എസ്റ്റേറ്റ് കൂടെയൊക്കെ ആളൊഴിഞ്ഞ വഴി കൂടെയാണ് മൂപ്പര് വീട്ടിൽ പോകുന്നത്. വീട്ടിൽ പോകുമ്പോൾ ആരോ ബാക്കെന്ന് വിളിച്ച പോലെ തോന്നി. മൂപ്പര് ഫുള്ള് കേട്ടിട്ടില്ല കേട്ടോ, അതാ രസം. വിളിച്ച പോലെ തോന്നി. മൂപ്പര് വണ്ടി നിർത്തി. ആള് പൊതുവെ പേടിയുള്ള ആളും കൂടിയാണ്. വണ്ടി നിർത്തി. അപ്പോൾ മൂപ്പര് ആ മൈൻഡ് പോയില്ല. അത് കാരണം മൂപ്പര് ഇവിടെ പോകുന്നത്. വണ്ടി അവിടെ നിർത്തി ബാക്ക് തിരിഞ്ഞ് നോക്കിയപ്പോൾ ആരെയും കാണാനില്ല. ഒരു എസ്റ്റേറ്റ് ഏരിയയാണ്, ഒരു ഒഴിഞ്ഞ ഏരിയയാണ്. അപ്പോൾ മൂപ്പര് വിളിച്ച മാതിരി തോന്നി. മൂപ്പര് നോർമലായിട്ട് വണ്ടി നിർത്തി നോക്കി, ആരെയും കണ്ടില്ല. മൂപ്പര് വണ്ടി എടുത്ത് പോകുന്നു. വീട്ടിലെത്തിയപ്പോൾ മൂപ്പർക്ക് ആകെ സഞ്ചാരം, ഛർദ്ദിക്കാൻ പറ്റും, ആകെ ഇടങ്ങറും, ശരീരത്തെ ആകെ പ്രോബ്ലം. ഇങ്ങനെ ഈ കേസ് അറിയിച്ചപ്പോൾ നമ്മൾ നോക്കി നോക്കുമ്പോൾ രക്തച്ചാമുണ്ടി നമ്മുടെ കണക്കിൽ കാണുന്നത്. മൂപ്പര് വിളിച്ച് പറഞ്ഞ ഭാഷ അത് മൂപ്പര് കേട്ടിട്ടില്ല. അത് മൂപ്പര് നേരെ ചൊവ്വ കേട്ടെങ്കിൽ മൂപ്പര് അപ്പളേ പോയിരുന്നു. അവിടെ നിൽക്ക്, എനിക്ക് കുറച്ച് ചോര എന്ന് പോകുന്നതാണ് കണക്കിൽ കാണുന്നത്. കാരണം മൂപ്പര് ദേഹത്ത് ചോരയാണ്. കാരണം 60 പണി കഴിഞ്ഞിട്ടാണ് വരുന്നത്. ആ ഡ്രസ്സ് ഇട്ടിട്ടാണ് വരുന്നത് പാതിരക്ക്. അപ്പോൾ എനിക്കും കുറച്ച് ചോര തന്ന് തായോന്നാണ് പറഞ്ഞത് മൂപ്പര് വിളിച്ചിട്ട്.
അപ്പോൾ ആരോ വിളിച്ചമാതിരി മൂപ്പർക്ക് തോന്നി. ഫുള്ള് മൂപ്പര് കേട്ടില്ല. അപ്പോൾ വണ്ടി നിർത്തി നോക്കി. അപ്പം ഞാൻ മൂപ്പരോട് പറഞ്ഞു കണക്കിൽ എങ്ങനെയാണ് കാണുന്നത് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ നിങ്ങൾ കേട്ടാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് വെച്ചാൽ പിന്നെ അതുപോലെ ആ വണ്ടി ഷാർട്ടായിലേക്ക് എന്തായിരിക്കും സ്ഥിതി. പേടിയുള്ള ആൾക്കാരും വണ്ടി ബൈക്കാണ് ആ കിക്കറ് എന്നൊക്കെ കിക്കർ അടിക്കണ ബൈക്കുകളാണ്. മറ്റേ ഇത് കുറവാണ്, സെൽഫ് കുറവാണ്. ഈ കിക്കറ് ചില സമയത്ത് കിക്കർ ഉണ്ടല്ലോ ഒറ്റടിക്കൊന്നും ചിലപ്പോൾ കിക്കർ അടിക്കില്ല. അപ്പോൾ ഈ കിക്കറാണ് അടിച്ചില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി. അപ്പം വീണ് മരിക്കില്ലേ പിടിച്ചിട്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അതൊക്കെ പിന്നെ ആൾക്ക് മുട്ടാർക്ക് സീസ് ചെയ്ത് സംഭവം നോർമലാക്കി. അപ്പോൾ അതിൻ്റെ ശാഖ തട്ടിയതാണ്, ശരിക്കും ദേഹത്ത് കയറിയിട്ടില്ല. ശാഖ തട്ടിയപ്പോഴാണ് മൂപ്പര് വീട്ടിലേക്ക് എത്തിയപ്പോഴൊക്കെ മൂപ്പർക്കൊക്കെ ഛർദ്ദിക്കാൻ പോലും ഭാഗസഞ്ചാരവും കാര്യങ്ങളൊക്കെ ആയി കണക്ക് നോക്കിയപ്പോഴാണ് ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ അവിടെ എനിക്ക് നിന്നിട്ട് അവിടെ നിന്നാൽ എനിക്ക് കുറച്ച് ചോരതായതാണ് മൂപ്പര് പറഞ്ഞത്. അതാണ് കണക്ക്. ഞാൻ മൂപ്പര് ശരീരത്താകെ ബ്ലഡ് ഈ ഇറച്ചിടം മണാണല്ലോ, അതിൻ്റെ ഒരു ദുർഗന്ധം ഉണ്ടാവും. ഈ ഇറച്ചിപ്പണി കഴിഞ്ഞിട്ട് അതേ ഡ്രസ്സ് വയർപ്പും ഇറച്ചിടം മണവും ആ ചോരയും ഒക്കെ കൂടിയിട്ട് ആ ഡ്രസ്സ് അറിവ് ഡ്രസ്സ് കൊണ്ട് വരുമ്പോഴുള്ള സ്മെല്ല്. മൂപ്പരാണെങ്കിൽ എല്ലാം കരിച്ചിട്ടും മണത്തിട്ടും നടക്കുന്ന ഒരു ആളാണ് രത്തച്ചാമട്ടി. അപ്പോൾ മൂപ്പർക്ക് ഈ മണവും തുക മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട മണായി. പിന്നെ ബ്ലഡിൻ്റെ ആളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കഴിവുള്ള സാധനമാണ് ദുർമൂർത്തിയാണത്. അതുപോലെ ഈ സ്ത്രീകളെ ദേഹത്ത് കയറി കഴിഞ്ഞാൽ ചില സ്ത്രീകൾ ഗർഭം ഉണ്ടാവില്ല. ഈ മനസ്സസ്സുള്ള സ്ത്രീകളാണ് ഗർഭം ധരിക്കുന്നത്. പ്രായപൂർത്തിയായി മനസ്സസ്സുള്ള സ്ത്രീയാണ് ഗർഭം ധരിക്കുന്നത് എന്നും ഗർഭം ധരിക്കുന്ന സമയത്ത് മനസ്സസ് നിൽക്കും എന്നും ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ മനസ്സസ് നിൽക്കുമ്പോൾ ഈ വയറ്റിൽ മനസ്സസിൻ്റെ ബ്ലഡ് നിന്നിട്ട് കട്ടായിട്ടാണ് അങ്ങനെയാണ് ഗർഭം ധരിക്കുന്നത്. ഈ ബ്ലഡ് അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല, ബ്ലഡ് ഇവർ കുടിക്കും. അങ്ങനെ ഈ ഗർഭിണിയായ പെണ്ണിൻ്റെ ബ്ലഡ് കുടിച്ച് അങ്ങനെ ഗർഭം അലസിപ്പിക്കുന്ന പരിപാടിയുണ്ട് ഈ രത്തച്ചമട്ടിക്ക്. ഗർഭം ധരിക്കാത്തതിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ ഞാനത് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഈ ബ്ലഡ് കുടിക്കുക, ശരീരത്തിൽ കയറി ബ്ലഡ് കുടിക്കുന്ന ഒരു ശീലമുള്ള ഒരു മൂർത്തിയാണ്, ഗർഭം അലസിപ്പിച്ച് കളയുന്ന ഒരു മൂർത്തിയാണ് രത്തച്ചാമട്ടി. ഒരു കേസ് ഇതേമാതിരി വന്നു. മരത്തിൻ്റെ മുകളിൽ നിന്ന് പ്ലാവാണെന്നാണ് എൻ്റെ ഓർമ്മ. പ്ലാവിൻ്റെ മുകളിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ ചാടുന്നു ഉസ്താദേ എന്ന് പറഞ്ഞിട്ട്. കാരണം അതിൻ്റെ മുകളിൽ നിന്നിട്ട് മൂപ്പര ബ്ലഡ് തയ്ക്കുന്നത്. അപ്പോൾ ഈ ബ്ലഡ് കുടിക്കുന്ന സാധനം, അതുപോലെ ഓരോ സാധനങ്ങൾ കരിയിപ്പിച്ച് മണപ്പിച്ച് നടക്കുന്ന സാധനം, ഈ അർവശാലയും സംബന്ധമൊക്കെ താല്പര്യമുള്ള ആൾ, അങ്ങനെയുള്ള ഒരു മൂർത്തിയാണ് രത്തച്ചാമട്ടി. ഈ സാധനം ദേഹത്ത് കയറി കഴിഞ്ഞാലും ബ്ലഡ് നമ്മളെ വലിച്ചു കുടിക്കും, ഗർഭം മത്സിപ്പിക്കും, അതുപോലെ പല ഉപദ്രവങ്ങളും ഉണ്ടാവും രത്തച്ചാമണ്ടി കൊണ്ട്. ഈ രത്തച്ചാമണ്ടീനെ തന്നെ നമ്മുടെ ഈ പുറത്തെ വടകര നാരായണ നഗറിലെ നമ്മുടെ ഈ റൂമിൽ തന്നെ നമ്മൾ ഇളക്കി കൊടുകിലുള്ള ഒരു ടീമാണ് നമ്മൾ ഇളക്കി പറയിപ്പിച്ചിട്ടുണ്ട്. അത് മുടിയൊക്കെ ഇങ്ങനെ ആകെ സാധാരണ ഇളകമുഖം മുടി ഇങ്ങനെ ആകെ പുറത്തേക്ക് ഇങ്ങനെ ഇടും. പക്ഷേ ഇത് മുടി മൊത്തം ഇങ്ങനെ മുഖം മറച്ചിട്ടാണ്, ബാക്കിലേക്കുള്ള മുടി അതേ ലെവലിലേക്ക് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടു ആകെ മുടിയൊക്കെ ഇട്ടിട്ട് ഇളക്കി ആകെ കുത്തിമറിഞ്ഞ് അത് സ്വന്തം ചോര തന്നെയാണ് ചെയ്തത്. അത് നമ്മൾ അവരെ കേസ് നമ്മൾ വെളിപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അവർ സഹോദരി തന്നെ ചെയ്ത കേസാണ്. കുടുംബം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കുടുംബാകെ നശിപ്പിച്ചു, ആകെ ഇതൊക്കെ ആക്കിയിട്ടാണ് നമ്മുടെ അടുത്തേക്ക് എത്തിയത്. അപ്പോൾ ഇളകി കുത്തി മുറയുന്ന ഒരു സംഭവം കൂടി ഉണ്ടായി എന്ന് നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ കുറേ കേസുകൾ വരുന്നുണ്ട്. രത്തച്ചാമട്ടി കയറിയിട്ട് ഗർഭം അലസിപ്പിച്ചതും ശരീരത്തെ ബ്ലഡ് കുടിച്ചതും, അതുപോലെ തന്നെ അല്ലാതെ ഉപദ്രവിക്കാനും മറ്റുള്ള മൂർത്തികളെ വിടുന്നത് പോലെ ഇതിനെ വിട്ട് കുടുംബം നശിപ്പിക്കാൻ വിട്ട കേസുകളും നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഉഗ്രമൂർത്തിയാണ്, ദുർമൂർത്തിയാണ് ഈ രത്തച്ചാമുണ്ടി എന്ന് പറയുന്ന മൂർത്തി എന്ന് നമ്മളോട് പറയുന്നതെന്ന് മാത്രം. ആ മൂർത്തിയെ കുറിച്ചിട്ട് നമ്മൾ കുറച്ച് പറഞ്ഞു അത്ര.
അപ്പോൾ നമ്മൾ നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ ഓരോ മൂർത്തികളെ കുറിച്ചിട്ട് നമ്മുടെ അറിവ് അനുസരിച്ച് നമ്മൾ പങ്കുവെക്കുന്നതാണ്. നമ്മൾ ചികിത്സ ചെയ്ത ഒരു സംഭവങ്ങളാണ് നമ്മൾ പറയുന്നത്. നമ്മളുടെ അറിവ് അനുസരിച്ച് നമ്മൾ കണക്ക് നോക്കിയ കേസുകൾ, നമ്മൾ ചികിത്സ ചെയ്ത കേസുകൾ, നമ്മൾ ഒഴിവാക്കിയ കേസുകൾ, അങ്ങനെയുള്ള നമ്മുടെ അനുഭവത്തിൽ നിന്നാണ്. അല്ലാതെ എവിടുന്നെങ്കിലും കേൾക്കുന്നതിനെ കുറിച്ചിട്ടല്ല നമ്മൾ വീട് ചെയ്യുന്നത്, നമ്മുടെ അനുഭവം മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സമീപിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹാന്മാർ ഏർവാടി പോപ്പാർ ഭീമാളി മച്ചാൻ്റെ ആറ്റിക്കരം മച്ചാൻ്റെ അങ്ങനെ നമ്മുടെ ഹലർത്തുള്ള മഹാന്മാരൊക്കെ ബർക്കത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഒഴിവാക്കുന്നുണ്ട് അങ്ങനത്തെ കേസുകൾ. അപ്പോൾ സമീപിക്കുക. നേരിട്ട് വരാതെ നമ്മൾ കണക്കും കാര്യങ്ങളൊക്കെ നോക്കി കൊടുക്കുന്നുണ്ട്. പരിഹാരത്തിന് നേരിട്ട് വന്നാൽ മതിയാവും. അതിനിപ്പോൾ വരാൻ പറ്റാത്ത അത്ര വലിയ കേസ് അകലെ ലോങ്ങൊക്കെ ആണെങ്കിൽ നമ്മൾ ആൾ വരാതെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ നമ്പർ 95 62 23 41 28 എന്നുള്ള നമ്പറിൽ വാട്സപ്പ് നമ്പറാണ്. അതിൽ വിളിക്കുക. അതിൽ വിളിച്ചാൽ കിട്ടിയെങ്കിൽ വാട്സപ്പ് വോയിസ് വിട്ടാൽ മതി. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പറയും. നോക്കാനുള്ള അഡ്രസ്സുകളും ഫീസും അതുപോലെ തന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വോയിസ് ആയിട്ട് വിട്ടാൽ നമ്മൾ നോക്കി അറിയിക്കുന്നതാണ്. അപ്പോൾ നേരിട്ട് വരാതെ നമ്മൾ നോക്കി കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത വീഡിയോയുമായിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.